കാസർഗോഡ് ജില്ലയിലുള്ള ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ വയനാട് ജില്ലയിലാകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അതിന്റെ ഒരു വിഷമം വരികയല്ലേ? ഞങ്ങൾ കണ്ടെത്തുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരാളായതുകൊണ്ട് തന്നെ അവർക്ക് വയനാട്ടിലേക്ക് പോകാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. കാരണം 5 വീട് വെച്ച് കൊടുത്തിട്ട് അവരെ എങ്ങനെ ജീവിക്കും എന്നുള്ളത് ചോദ്യം പിന്നെ അവിടെ വരും. പോയി വയനാട്ടിലേക്ക് പോയിട്ട് അത് പുലി ഞാൻ അതിനെ പോയിട്ട് പിടിച്ചിട്ട് കൂടുതലാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഉണ്ട് സാധനം കൂടുതൽ കിടക്കണേ. അപ്പൊ എല്ലാരും വിചാരിച്ചു ഇത് അറിയാണ്ട് കൂട്ടി കയറിയതായിരിക്കുന്നത്. അത് ഞാൻ എന്താ പറയാ പ്രൊസസ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ എല്ലാം പിടിച്ചിട്ട് ഞാനാന്ന് എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? എനിക്കത് ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല. ഇതെടുത്ത് എന്നെ തലക്കടിച്ച് എന്നെ കൊന്നു തരുമോ? മിഷൻ വണ്ടർബേയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പര കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പര കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കിറങ്ങി കര കുളം കുളം കര കര കുളം കുളം കര. അങ്ങനെ ഞങ്ങൾ 4-5 പേര്, ബാക്കി 2 പേരും ഇവിടുന്ന് ഓടിച്ചു വിട്ടു കേട്ടോ. ഞങ്ങൾ 5 പേരും കൂടി ഇതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ രാവിലെ തന്നെ എന്താ പറയുക, ചേച്ചി രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം റെഡിയാക്കി. ഞങ്ങൾ കുറച്ച് താമസിച്ചു കേട്ടോ ഇതിന് മുന്നിൽ ഇരിക്കാൻ, അത്ര മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഒരാളിത് അവിടെ ഇരുന്ന് നല്ല അടിയടിക്കുന്നുണ്ട്, കാര്യങ്ങളൊന്നും അറിയില്ല, വീഡിയോ എടുക്കണ പോലും അറിയില്ല. ശരി 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 ശരി. ഇത് നമ്മളെ കുഞ്ഞുമോൾ കേട്ടോ, ഒരു ഹൈ പറഞ്ഞേ. 2 പേരെ ശരിക്കും ഈ വീഡിയോയിൽ ശരിക്കും ഉൾപ്പെടുത്താൻ പറ്റിയില്ല, എന്നാലും 2 പേരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട്. ഷിയോണ അല്ലേ, കുഞ്ഞാവൻ്റെ പേര് ഷിയോണ എന്നാണ് കേട്ടോ. ഇത് നമ്മളെ ഇവിടുത്തെ 3ാമത്തെ ആളാണ്, കുഞ്ഞിപ്പെണ്ണ്. പിന്നെ മിന്നൂസ് എന്ന് വിളിക്കും. പിന്നെ മൂത്ത ഒരാളുണ്ട് ജോയൽ, അതിൻ്റെ ഇളയതാണ് നോയൽ. ഇവർ 2 പേരും പഠിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലികമായിട്ട് പഠിക്കില്ല, ഒരാൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഒരാൾ ഈ 2 പേരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ എന്താണ് അതിൽ നമ്മളെ നോയൽ കീബോർഡിൻ്റെ, അതായത് കീബോർഡിസ്റ്റാണ്. അതുപോലെ ജോയലാണെങ്കിൽ ഡ്രമ്മ് വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവരെ 2 പേരെയും പെർഫോമൻസും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇന്നലെ നേരിട്ട് കണ്ടാണ്ടോ. ഇവർക്ക് നമ്മുടെ ജെയിൻ ചേട്ടൻ അടിപൊളി 2 പേർക്കും അവരുടെ ഇഷ്ടത്തിനുള്ള 2 സാധനം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ, അവർ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ പോകാതിരിക്കാൻ. ശരിക്കും മൊബൈൽ എന്ന് പറഞ്ഞ ഒരു അപകടം പിടിച്ച സാധനം തന്നെയല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അതൊരു അപകടം പിടിച്ച സാധനം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ കുറച്ച് ശ്രദ്ധ മാറുക. അപ്പോൾ അവരെ ഉള്ളിലുള്ള കഴിവൊന്ന് വളർത്തിക്കൊണ്ടുവരിക. അപ്പോൾ ഇതൊക്കെയാണ് ജെയിൻ ചേട്ടൻ്റെ പ്ലാൻ കേട്ടോ. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള കഴിവെന്ന് പറഞ്ഞാൽ ജെയിൻ ചേട്ടനെ പോലെ തന്നെ നല്ല പാട്ട് പാടാൻ കഴിവുള്ള മക്കളാണ്. നല്ല പാട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കേട്ടാണ്ട്. അതുപോലെ തന്നെ അവർക്ക് മ്യൂസിക്കലുമായിട്ട് നല്ല ടച്ച് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വളർത്തിക്കൊണ്ട് വരികയാണ് ജെയിൻ ചേട്ടൻ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു മാതൃക തന്നെ കേട്ടോ. പിന്നെ ജെയിൻ ചേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങൾ ഏകദേശം രാജപുരത്ത് എത്തിയ പാട്, നമ്മൾ ആ ഫാൻസി കടയിൽ എത്തിയ പാട് ജെയിൻ ചേട്ടൻ ഞങ്ങളുടെ ആശയങ്ങൾ കേട്ടിട്ട് നല്ലൊരു സംഭാവന തന്നൊരു വ്യക്തിയാണ് കേട്ടോ. ആർക്കും അങ്ങനെ വലിയൊരു പൈസ തന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആർക്കും കഴിയില്ല. കാരണം ഞങ്ങൾ എവിടുന്നോ എങ്ങനെയോ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ 2 പേര് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആശയം കേട്ടിട്ട് നല്ലൊരു സംഭാവന തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ കാര്യത്തോട് എന്തോ ഒരു ടച്ച് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഒരുപാട് നേരം ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രദ്ധ തിരിക്കുകയും ചെയ്ത ഒരാളാണ് കേട്ടോ. അന്ന് മുതൽ ഇന്ന് വരെ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വിശിഷ്ട വ്യക്തികളെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അല്ലെങ്കിൽ പാർട്ടിക്കാരെന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം, പഞ്ചായത്ത് മെമ്പറെ അങ്ങനെ പറയാം. അങ്ങനെ ഒരുപാട് വിശിഷ്ട വ്യക്തികളെ ഞങ്ങൾക്ക് കാണാനുള്ളൊരു ഭാഗ്യം ഒരുക്കി തന്നു. അതുപോലെ താമസത്തിനും ഭക്ഷണത്തിനും പ്രത്യേകം കെയറിങ് ഞങ്ങളുടെ മേലുണ്ടായിരുന്നു കേട്ടോ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമാണ്.
രാജപുരത്ത് പോയപ്പോഴാണെങ്കിലും സ്വീകരണം കിട്ടാൻ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ജയൻചേട്ടൻ തന്നെയാണ്. ജയൻചേട്ടൻ്റെ ഒറ്റ കോൾ കൊണ്ടാണ് നമുക്ക് താമസ സ്ഥലവും അതുപോലെ തന്നെ പിന്നെ താമസ സ്ഥലം അവിടെ വലിയ സ്വീകരണവും റെഡിയാക്കി തന്നത് അതാണ്. ഇനി കുറ്റിക്കോലിൽ ആയിരിക്കുന്ന സമയത്തും നമുക്ക് എന്താ പറയുക പിന്നെ താമസിക്കാനും ഭക്ഷണത്തിനും സ്വീകരണം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നല്ലൊരു എന്താ പറയുക പങ്കുവഹിച്ചിരിക്കുന്ന ജയൻചേട്ടൻ തന്നെ കേട്ടോ. കാരണം വെച്ചാൽ ആ ജയൻചേട്ടന് ഞങ്ങളോട് അല്ലെങ്കിൽ ഞങ്ങളുടെ മിഷനോട് ഇങ്ങനൊരു മിഷനുമായിട്ട് വന്ന ഞങ്ങളോട് അങ്ങനെ വേണം പറയാൻ. അപ്പോൾ പ്രത്യേക ഒരു സ്നേഹം താല്പര്യമുള്ളതുകൊണ്ട് ജയൻചേട്ടൻ ചെയ്യാനുള്ളതിൻ്റെ മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയും ജയൻചേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം ഞങ്ങളുടെ മിഷൻ വേറെ രീതിയിൽ വഴി തിരിയാതിരിക്കുന്ന കാലം വരെ അല്ലേ ജയൻചേട്ടാ? അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. ഇന്നലെ ഇവരെ അല്ല ഇഷ്ടപ്പെടുന്നത്, തീർച്ചയായിട്ടും ലിജിനെയും മാഷിനെ അല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്, അവരുടെ മിഷനാണ്. അതിലൂടെ അവരെ തീർച്ചയായിട്ടും അതായിരിക്കുമല്ലോ നിങ്ങൾക്കും. അതെ അതെ. അപ്പോൾ എന്താ പറയുക, ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ കഴിഞ്ഞാലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതിലും എല്ലാത്തിനും എല്ലാ കാര്യങ്ങളിലും ഇനിയും മുന്നോട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ജയൻചേട്ടൻ ഉണ്ടാവും എന്നുള്ള വിശ്വാസമാണ്. ജയൻചേട്ടനും ജയൻചേട്ടൻ്റെ അപ്പുറത്തിരിക്കുന്നത് വൈഫാണ്. പിന്നെ ഇവരെ കുടുംബം മൊത്തം ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അപ്പോൾ തുറന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇനി വഴിയെ ഓരോന്നോരോന്നായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇവിടുന്ന് എന്താ പറയുക നമ്മുടെ വീട്ടിൽ നിന്ന് പെരളടുക്കത്തേക്കുള്ള യാത്രയിലാണ്. പിന്നെ അവിടെ ടൗണൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൊയിനച്ചിലേക്ക് പോകാൻ, അങ്ങനെ കാസർഗോഡ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വഴിയിലുണ്ടാവും. ജയൻ ചേട്ടൻ്റെ മോൻ ജോയലിൻ്റെ ഒരു ഡ്രം വായനൊന്ന് കേട്ടിട്ട് വരാം അല്ലേ? കേട്ടിട്ട് നമ്മുടെ ജയൻ ചേട്ടൻ്റെ വീട്ടിലെ അക്വേറിയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മീനുകളൊക്കെ ഉണ്ടായിരുന്നു, കുറേയൊക്കെ യാത്രയായി. ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാനുള്ള ഒരു കാഴ്ച. പിന്നെ ഇത് നമ്മുടെ ഹോം തിയേറ്ററും കാര്യങ്ങളെല്ലാം ഞങ്ങൾ 2-3 ദിവസമായിട്ട് ഇരുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ജയൻ ചേട്ടൻ്റെ വാസസ്ഥലം. ഞങ്ങൾ 2 ദിവസമായിട്ട് 2 നൈറ്റും 1 ഡേയും ചെലവഴിച്ച സ്ഥലമാണ്. ഇവിടെ നല്ല കാവൽക്കാരായിട്ട് 2 പേരുണ്ട് കേട്ടോ. ഇതാണ്ട് കിടക്കുന്നു. ഇവിടെ പരിചയപ്പെട്ട പോലെ തന്നെ ഈ 3 പേരും നമ്മുടെ നാട്ടുകാരാണ്. അതുപോലെ ടിപ്പറും JCBയും കാര്യങ്ങളെല്ലാം മറ്റു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇവരുടെ കമ്പനീൻ്റെ പേര് വന്ന CS ആൻഡ് എർത്ത് CS ആൻഡ് AR കമ്പനിയാണ്. ടിപ്പർ അതെ മാവുങ്കലാണ് സ്ഥലം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇവരെ കോൺടാക്ട് നമ്പറൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം, ആർക്കെങ്കിലും നമുക്ക് ഉപകാരപ്പെട്ടാൽ. ചേട്ടാ നമ്മളെ നമ്പറും കാര്യങ്ങളൊന്ന് പറയാമോ? 9846 185 150 9846 185 150 ഇനി 895 ഓക്കെ 521 446. ഒന്നും കൂടെ പറഞ്ഞോ. 89 55 21 446. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ JCB പരിസരവുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലൊക്കെ JCBൻ്റെ കാര്യങ്ങളൊക്കെ ആവശ്യം വരികയാണെങ്കിൽ ടിപ്പറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ ദിവസം
പെരളടുക്ക എന്ന സ്ഥലത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. തുടർന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏഴേക്കാണ് പൊയിനാച്ചി ടു കാസർഗോഡ്. അങ്ങനെയാണ് കേട്ടോ നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ. നമ്മളെ പുതിയ സൈക്കിളിൽ, അതായത് പുതിയ സൈക്കിളല്ല, പുതിയ കരിയറും കാര്യങ്ങളെല്ലാം അടിച്ചിട്ട് ഇന്ന് ഫസ്റ്റ് റൈഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളിലേക്ക് ഇങ്ങനെ നമുക്ക് പോകാം. ഈ ആലോചനേൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പണ്ടൊരു വീഡിയോയിൽ എനിക്കിട്ടൊരു പണി കിട്ടിയത്. ഞാൻ കുറേ നേരം ആലോചിച്ചപ്പോൾ നിങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് വലിയ രീതിയിൽ ആലോചിച്ച് ആ ആലോചനയ്ക്ക് ഒരു വഴിയാക്കി തന്നു. അപ്പോൾ നമ്മുടെ ഇത് ജസ്റ്റ് നമ്മുടെ ഈ ചുരം കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ ഈ ചുരം അവസാനിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും കൂടിയ ഹൈറ്റ് കൂടിയ ഒരു പാലത്തിലാണ് ചെന്നിട്ട് അവസാനിക്കുന്നത്. ചുരത്തിൻ്റെ ഇറക്കം അവസാനിക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഇതേപോലെ കയറ്റം തന്നെയാണ്. കയറ്റം എന്ന് പറയുമ്പോൾ ഒരു കുത്തനെയുള്ള സ്ഥലം അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു ഗൈസിനെ കണ്ടു. മൂന്നാമത്തെ ഹെയർ വളവ് വളഞ്ഞുകൊണ്ടേ. അപ്പോഴാണ് ഇതാ നിൽക്കുന്നടാ ഒരു മാഷ് എന്ന് പറഞ്ഞാൽ ഒരു ജായി മാഷാട്ടോ. എൻ്റെ പൊന്നെ ഇതെന്തത്? താമരശ്ശേരി ചുരം കിടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തില്ല. അതായത് ഇത് വേറൊരു ഷേക്കിങ് കുറഞ്ഞ രീതിയിൽ, അതായത് എന്താ പറയുക, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. അതിൻ്റെ സൂം ചെയ്യാൻ പറ്റില്ല. അങ്ങ് ദൂരെ കാണണല്ലേ, ആ കയറ്റം കയറിയിട്ട് വേണം പൊയിനാച്ചിക്ക് എത്തണം കേട്ടോ. അപ്പോൾ നമ്മളിന് റൈഡ് തുടരുകയാണ്. മാഷേ യു ഗോ ഐ എം ഫോളോ അങ്ങനെ എന്തോ അറിയാലോ. സോറി യു ഗോ ഐ ഗോ, തും ജാവോ मैं जाओ, तुम जाओ मैं आया. അപ്പോഴേ മാഷേ, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, ഞാൻ എന്തിനാ ഇങ്ങനെ ആലോചിക്കുന്നതെന്ന്. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിലാണ് ബസ് കയറാൻ നിൽക്കേണ്ടത് കേട്ടോ. നമുക്കിവിടെ ബസ് കയറാൻ നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണ്. സാധാരണ ബസ് സ്റ്റോപ്പിലാണല്ലോ നമ്മൾ ബസ് കയറാൻ നിൽക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ബസ് സ്റ്റോപ്പിൽ ബസ് കയറാൻ നിൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ബസ്സിൻ്റെ സ്റ്റോപ്പുള്ളതുകൊണ്ടാണല്ലോ ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. അപ്പോൾ അവിടെയാണല്ലോ ബസ് വരിക. അപ്പോൾ ബസ് വരുമ്പോഴാണല്ലോ നമുക്ക് കയറാൻ പറ്റുക. അപ്പോൾ ബസ് കയറുമ്പോൾ പോയാലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബസ്സിനെ കുറിച്ച് ബസ്സിലിരുന്ന് നമുക്ക് ബസ്സിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കരിച്ചേരി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. കരിച്ചേരി പാലത്തിലേക്ക് നമ്മൾ എൻ്റർ ആവുകയാണ്. ഈ കരിച്ചേരി പാലത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മാഷേ വെയിറ്റ് എ ഫ്യൂ സെക്കൻഡ്സ്. ഇപ്പോൾ ഈ പാലത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എനിക്ക് എൻ്റെ ശരിയായ നിഗമനം ശരിയാണെങ്കിൽ ഈ പാലം തോന്നുന്നു കേരളത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ പാലം. കാരണം ഈ പാലം ഇവിടെ ഇരിക്കുകയാണ്. വേറെ ഈ പാലം ഇവിടെ ഇല്ലല്ലോ. ഈ പാലം ഇവിടെ ഇരിക്കുകയാണല്ലോ, വേറെ ഇവിടെ ഇല്ലല്ലോ പാലം. ഇതാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ പാലം. പുഴയിൽ ഉള്ള ഏറ്റവും ഹൈറ്റ് കൂടിയ പാലം. അങ്ങനല്ലേ മാഷേ? കേരളത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ പാലം ഇതല്ലേ? നല്ല ഹൈറ്റാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഒരാൾ പറഞ്ഞാണ്, വ്യക്തമായ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഈ ഹൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത്രയും വലിയ പാലം ഇതുണ്ടോ, ഞാൻ കാണിച്ചു തരാം. നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മൾ
പൊയിനാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഒരു മണിക്കൂറായി എത്തിയിട്ട്. എങ്കിലും ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞങ്ങളെ തേടിയിട്ട്, അതായത് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നു, എങ്കിലും ഞങ്ങളെ കാണുമെന്ന് വിചാരിച്ചില്ല. ഇദ്ദേഹമാണെങ്കിൽ ഞങ്ങളെ വഴി നിന്ന് കണ്ടിട്ട് ഞങ്ങളെ ചെറിയ രീതിയിൽ വലിയ രീതിയിലും സപ്പോർട്ട് ചെയ്ത ഒരാളാണ് കേട്ടോ. അപ്പോൾ വാക്കുകൾ കൊണ്ടാണെങ്കിലും പോലും ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടായിട്ടോ. അതിനുശേഷം ഇദ്ദേഹം പോയിട്ട് അവിടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി ബൈക്ക് എടുത്തിട്ട് അവിടെ പോയി അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരിൽ നിന്നെല്ലാം സംഭാവനകൾ വാങ്ങി ഞങ്ങളെ തേടി വീണ്ടും ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ആശയങ്ങൾ കേൾക്കുന്നതും അത് അംഗീകരിക്കുന്നതും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ചേട്ടൻ്റെ പേര് വിവേക് എന്നാണ്. ശ്രീജിത്ത്, രതീഷ്. അപ്പോൾ ഒരുപാട് നന്ദി, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളെല്ലാം അവസാനിച്ചില്ലേ. നമ്മുടെ ഇന്നത്തെ യാത്രയായിരുന്നു ഒരു 8 കിലോമീറ്ററോളം. 8 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നല്ല അതിലും വലിയൊരു പ്രശ്നം ഒരു ഇതെന്ന് വെച്ചാൽ ചുരം ഇറങ്ങുന്നു കയറുന്നു. ഇറങ്ങിയതിനെക്കാട്ടിലും വലുതാണ് കയറിയത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ ആ ടാസ്കൊക്കെ കംപ്ലീറ്റ് ആക്കി. ഏറ്റവും കൂടുതൽ എന്താ പറയുക, കേരളത്തിൽ അറിയില്ല കേട്ടോ, ആരെങ്കിലും വേറെ ഈ ഹൈറ്റ് കൂടുതലുള്ള പാലം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു, അറിയുന്നവർ, വീഡിയോ കാണുന്ന അറിയുന്നവർ. അപ്പോൾ ഏറ്റവും ഹൈറ്റ് കൂടിയ പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ ഇന്ന് പോകുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടായി. അതുപോലെ നമ്മളിവിടെ എത്തിയപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു. ടൗണിൻ്റെ ചെറിയൊരു ഭാഗം, പൊയിനാച്ചിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ വർക്ക് ചെയ്തു. നാളെ തുടർന്നും ബാക്കി ഭാഗങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും, വർക്ക് ചെയ്യും. പിന്നെ വേറെന്താ പറയാനുള്ളത്? പിന്നെ ഞങ്ങൾ യാദൃശ്യമായിട്ട് ഒരു 3 സുഹൃത്തുക്കൾ ഞങ്ങളുടെ മുമ്പിൽ വരെയുണ്ടായി. തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ നാളത്തേക്ക് വരില്ലേ? തീർച്ചയായിട്ടും അവരെ വീഡിയോയും കാര്യങ്ങളൊക്കെ നാളെ ഉണ്ടാവും. അപ്പോൾ സ്പെഷ്യൽ ഒരു വീഡിയോ കൂടി ഉണ്ടാവും. അല്ലേ വീഡിയോ? അത് ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട്. എന്തായാലും നമ്മൾ വീഡിയോ എടുത്ത് നോക്കും. അത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു അനുഭവമായിരിക്കും, നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതെ, അത് നമ്മളെ ഈ കൂട്ടത്തിൽ വന്ന വീഡിയോയിൽ കാണാം. ഒരു ശ്രീജിത്തേട്ടൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത്. ഇവിടെ ആരുമില്ല, അപ്പോൾ ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. അതെ, ഈ വീട്ടിൽ കുറച്ച് ദിവസം മുമ്പ് വരെ താമസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ താമസമൊന്നുമില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറയാനുണ്ട്. നമുക്ക് എന്തായാലും ഞങ്ങൾ ഒരു വീഡിയോ എടുത്ത് വെക്കും. അത് ചിലപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ അതാരും അറിയാണ്ട് അതിങ്ങനെ പോകും. അപ്പോൾ ഞങ്ങൾ നമ്മുടെ അതായത് ജയൻ ചേട്ടൻ്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ, അതായത് ജയൻ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ജയൻ ചേട്ടൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ വന്നു. ഒരു എന്താ പറയുക, കുറച്ച് വിശിഷ്ട അതിഥികൾ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ അവരുടെ കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ അല്ലേ. അത് അവരുടെ മാത്രം സംശയങ്ങളല്ല കേട്ടോ. ഇന്ന് നമ്മുടെ ഈ യാത്രയിൽ കണ്ടുമുട്ടുന്ന ഓരോരുത്തർക്കും എന്താ പറയുക, ഓരോരുത്തരുടെയും മനസ്സിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ചിലർ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ചിലർ ചോദിക്കാണ്ട് മനസ്സിൽ വെച്ചിട്ടുണ്ട്. എങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. നമ്മുടെ പ്രവർത്തനങ്ങൾ എന്താണ്, എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും അവരുടെ ഈ സമൂഹത്തിന് ഞങ്ങളോട് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളിൽ അതിനുള്ള ഉത്തരങ്ങളുമാണ്. ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും. യെസ്, ജസ്റ്റ് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വാ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രചോദനം ഉണ്ടാകാൻ എന്തായിരുന്നു കാരണം? തീർച്ചയായിട്ടും പറയുന്നതിൽ ഒത്തിരി സന്തോഷമുള്ളൂ. കാരണം ഒരുപാട് പേരോട് പറഞ്ഞ മറുപടി തന്നെയാണ്. എന്നാലും ഈ അവസരത്തിൽ പറയാനുള്ള വെച്ചാൽ നമ്മൾ മറ്റുള്ളവരോടൊരു സ്നേഹം എന്ന് വേണം പറയാം. മറ്റുള്ള വാക്കിൽ പറഞ്ഞാൽ മറ്റുള്ളവരോട് തോന്നുന്ന ഒരു സ്നേഹം. കാരണം ഞങ്ങളെ 2 പേരെ സംബന്ധിച്ച് ഞങ്ങളങ്ങനെ ആൾക്കാരാണ്. ഞങ്ങൾക്ക് വലിയ സാമ്പത്തികം സ്ഥിതിയുള്ള ആൾക്കാരൊന്നുമല്ല. എന്നാലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ മറ്റുള്ളവരെ ഏതെങ്കിലും രീതിയിലൊക്കെ സഹായിക്കാൻ പറ്റും. അത് എന്ത് രീതിയിലാണ്, ശരീരമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും സഹായിക്കണം എന്നുള്ള മനസ്സുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു 2 മാസം മുമ്പ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ചിന്ത വന്നത്. നമുക്കൊരു സൈക്കിൾ റൈഡിങ് പ്ലാൻ ചെയ്യാം. ആ റൈഡിങ്ങിൽ കിട്ടുന്ന ഓരോ രൂപ കളക്ട് ചെയ്തിട്ട് ഒരു 5 കുടുംബത്തിനെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്കാന്നുള്ള ഒരു പ്ലാൻ വന്നത്. അപ്പോൾ ഈ വീടെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പല ആൾക്കാരുടെയും ഒരു സ്വപ്നങ്ങൾ മാത്രമാണ്. 2 സ്ഥലം വാങ്ങുക, അതിൽ വീട് വെക്കാന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങൾ മാത്രമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 5 പേർക്കെങ്കിലും ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ അതാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു മിഷനായിട്ട് ഇറങ്ങാനും കാരണം, അവരുള്ള സ്നേഹം. അല്ല, ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ വരികയും ഇതിനു വേണ്ടി മുന്നോട്ട് ഇറങ്ങുകയും ചെയ്ത് വളരെ അഭിനന്ദാർഹമാണ്. നിങ്ങളുടെ ഈ മിഷൻ ജയിക്കട്ടെ എന്ന്
ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ പാവങ്ങൾ. പിന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ അതൊരു കാര്യം പറയാനുള്ള വെച്ചാൽ നമുക്ക് ഈ സ്നേഹം ഉണ്ടെങ്കിലും ആ സ്നേഹം ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യാനുള്ള മാർഗങ്ങളൊന്നുമില്ല. എന്നാൽ ശരിക്കും നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന മാർഗം എന്ന് പറഞ്ഞാൽ സൈക്കിൾ ചവിട്ടിയിട്ട് ഏത് സ്ഥലം എന്നറിയില്ല, എവിടെ നിന്നറിയില്ല, ആൾക്കാർ എന്താണെന്നൊന്നും അറിയില്ല, സാഹചര്യങ്ങളൊന്നും അറിയത്തില്ല, നമ്മൾ കിടക്കുന്ന എവിടെയാ, ഭക്ഷണം എന്താ കഴിക്കുന്നൊന്നും അറിയത്തില്ല. ഈ സാഹചര്യങ്ങളിൽ ശരിക്കും കഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പൈസ അപ്പം മറ്റുള്ളവരോട് ചോദിക്കാൻ നമ്മൾ പോയിട്ട് ചോദിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ശരിക്കും അത് കഷ്ടപ്പെടല്ല. ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് കിട്ടുന്ന പൈസയും കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ വളരെ സന്തോഷം ഞങ്ങൾക്ക് അനുഭവിക്കുകയും അതിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരിലേക്ക് തീർച്ചയായിട്ടും ആ ഒരു സന്തോഷം. ഇതിൽ വേറെ കാര്യം വെച്ചാൽ ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ കിട്ടുന്ന ഓരോ രൂപയാണെങ്കിൽ പോലും അത് കണക്ട് ചെയ്യാം, അതിലൊക്കെ എല്ലാവരും ഭാഗമാക്കാം. അപ്പൊ 5 വീട് അവിടെ വന്നാൽ പോലും അതിലൊക്കെ എല്ലാവരും ഭാഗമാക്കാം. അതാണ് ഏറ്റവും വലിയ നിങ്ങള് ഇപ്പം ഈ ഒരു ഇതില് ഈ 5 വീടുകൾ തിരഞ്ഞെടുത്തോ? ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ ഒരു തീരുമാനം എടുത്തോ? ഇല്ല, അത് നമ്മുടെ യാത്രയിൽ കണ്ടുപിടിക്കുകയാണ്. നമ്മളിപ്പോ ഒരു മിഷൻ വണ്ടർഷിപ്പ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ പ്രവർത്തനം കാണിക്കാനും, ഒന്ന് ഇങ്ങനെ ഏതെങ്കിലും കുടുംബങ്ങൾ കേരളത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ അവർക്ക് അതിനകത്ത് കമന്റ് ചെയ്യാം, ഇന്ന വ്യക്തികൾ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ പോയിട്ട് അവരുടെ അന്വേഷിക്കും, അവരുടെ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളെല്ലാം അന്വേഷിക്കും. തീർച്ചയായിട്ടും ഒരു യോഗ്യതയുള്ള ആൾക്കാരാണെങ്കിൽ അവരെ നമ്മൾ തെരഞ്ഞെടുക്കും. ഇതിന് പൊതു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടോ? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. അതിന്റെ റെഡി എങ്ങനെ വെച്ചാൽ അധ്വാനിക്കാൻ പറ്റാത്ത കുടുംബങ്ങളായിരിക്കണം. അപ്പോൾ രോഗികളായിട്ട് കിടക്കുന്നവരോ രോഗികളങ്ങനെ ഇരിക്കുന്നവരോ മറ്റുള്ളവരുടെ അവസരം കൊണ്ട് വാടകയ്ക്കോ മറ്റെങ്ങനെയെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിക്കാൻ പറ്റാത്ത കുടുംബങ്ങൾ, ആരോഗ്യമുള്ള ഒരാളെ നമ്മൾ ഇതിനു വേണ്ടി തെരഞ്ഞെടുക്കത്തില്ല. വയനാട്ടിൽ മാത്രമല്ല, കേരളത്തിൽ എവിടെയാണെങ്കിലും ഈ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സർക്കാരിന്റെ കണക്കിന് പോലും അവർക്ക് ഒരു വീട് വെക്കാൻ പറ്റാത്ത ആൾക്കാരല്ലേ, അധ്വാനിക്കാൻ കഴിയാത്ത ആ വ്യക്തി 5 പേരെ നിങ്ങൾ സെലക്ട് ചെയ്ത് ഈ പറഞ്ഞ 5 വീടും അവിടെയൊക്കെയാണ് കൊടുക്കുന്നത്. വയനാട്ടിലാണ് നിങ്ങൾ വെച്ചു കൊടുക്കുന്നത്. അതിനുള്ള ഓൾറെഡി സ്ഥലം നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. അപ്പം 5 വീടുകൾ നിങ്ങൾ എത്ര സെന്റ്? 5 സെന്റാ? 4 സെന്റ്. 4 സെന്റ് വീതം ഒരു വീട്. ഒരു 600 സ്ക്വയർ ഫീറ്റിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് നടത്തിയാൽ മാത്രം മതി. അതെവിടെയാണ് നിങ്ങൾ സ്ഥലം എടുത്തിരിക്കുന്നത്? വയനാട് അമ്പലൽ പഞ്ചായത്തിൽ. അമ്പലവയൽ പഞ്ചായത്തിൽ തന്നെ? അതെ, വയനാട്ടിലൊരു ജോഷി എന്ന് പറഞ്ഞ അമ്പലത്തിൽ തന്നെ. വയനാട്ടിലുള്ള ആളുകളൊക്കെ താഴോട്ട് ഇറങ്ങുവാന്നാ കേട്ടത്. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. കാസർഗോഡ് ജില്ലയിലുള്ള ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ വയനാട് ജില്ലയിലാകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അതിന്റെ ഒരു വിഷമം വരികയല്ലേ? ഞങ്ങൾ കണ്ടെത്തുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരാളായതുകൊണ്ട് തന്നെ അവർക്ക് വയനാട്ടിലേക്ക് പോകാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം വെച്ചാല് അവർ ആരുടെയെങ്കിലും ആശ്രയം കൊണ്ട് ജീവിക്കുന്നവരായിരിക്കാം. ചിലപ്പോൾ അധ്വാനിക്കാൻ പറ്റത്തില്ല, പുറത്ത് പോയിട്ട് കുമ്മട്ടിക്കടയോ മറ്റെന്തെങ്കിലും അധ്വാനിക്കാൻ പറ്റാത്ത കുടുംബമായിരിക്കും. അങ്ങനെ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ താമസിക്കാൻ ഒരിടം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വാടക കൊടുക്കണ്ട, സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ കിട്ടുക എന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ. പിന്നെ ഞങ്ങൾ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളെ ഐഡിയയിലുള്ളതാണ്, ഈ 5 വീട് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും പൈസ ഉണ്ടാവുകയാണെങ്കിൽ ഈ 5 കുടുംബത്തിനും ചെറിയ രീതിയിൽ എന്തെങ്കിലും ബിസിനസ്, ഒരു 5 കുടുംബത്തിന് ഒന്നിച്ച് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തീർച്ചയായിട്ടും ആ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. കാരണം 5 വീട് വെച്ച് കൊടുത്തിട്ട് അവരെ എങ്ങനെ ജീവിക്കും എന്നുള്ളത് ചോദ്യം പിന്നെ അവിടെ വരും. തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു ചിന്തയും കൂടെ വളരെ വലിയൊരു കാര്യമാണ്. കാര്യം കൂടെ മനസ്സിലുണ്ട്. ഓക്കെ, എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സഹായ സഹകരണം ഉണ്ടാവട്ടെ. നിങ്ങൾ ലക്ഷ്യത്തിൽ വിജയിക്കട്ടെ. അത് കേരളത്തിലെ ഈ വരുന്ന യുവാക്കൾക്ക് അല്ലെങ്കിൽ ഈ സമാന രീതിയിലുള്ള ആൾക്കാർ മാതൃകയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് പ്രശസ്തി ഇഷ്ടമല്ലാത്തതൊക്കെ ഞാൻ ഒഴിവാക്കി. ഇനി ഏതെങ്കിലും ഉണ്ടോ? അല്ല, വയനാട്ടിലെ പുലിയെ ഞാൻ പിടിച്ചില്ലേ. അത് പിന്നെ ഞങ്ങൾ ശരിക്കും ഞാൻ പിന്നെ വയനാട്ടിലെ പുലി ഇറങ്ങിയെന്ന് അറിയണത് ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അന്നാണെങ്കിൽ ശരിക്കും ഫസ്റ്റ് സൺഡേ, അന്ന് ഞങ്ങൾ ലീവാണല്ലോ. അപ്പൊ ഞാൻ മൂപ്പരോട് പറയാൻ ശനിയാഴ്ച രാത്രി പോയി വയനാട്ടിലേക്ക് പോയിട്ട് അത് പുലി ഞാൻ അതിനെ പോയിട്ട് പിടിച്ചിട്ട് കൂടുതലാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഉണ്ട് സാധനം കൂടുതൽ കിടക്കണേ. അപ്പൊ എല്ലാരും വിചാരിച്ചത് അറിയാണ്ട് കൂട്ടി കയറിയതായിരിക്കുന്നത്. അത് ഞാൻ എന്താ പറയാ, പ്രശസ്തി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? എനിക്കത് ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല. ഇതെടുത്ത് തന്നെ തലക്കെടുത്ത് തന്നെ കൊന്നു തരുമോ? എനിക്ക് പ്രശസ്തി
അങ്ങനെയാണെങ്കിൽ ഈ എത്ര ഒരു കുറച്ച് വർഷം മുമ്പേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ബൂർജ് ആ ബിൽഡിങ്ങിന്റെ അത് പിന്നെ ഡിസൈൻ ചെയ്തത് ഞാനല്ലേ, അപ്പൊ അത് എന്റെ വീട്ടിൽ ആണെങ്കിൽ ചെയ്തതായിരുന്നോ? ദൈവമേ, ആ ബിൽഡിങ്ങിന്റെ കാര്യം തീരുമാനമായി. ഇതൊക്കെ എന്താ അറിയോ, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാനിത് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു സേവനം പോലെ അങ്ങനെ ചെയ്തു കൊടുക്കുന്നു. അങ്ങോട്ട് തിരിച്ചെത്തുവോ? കറങ്ങി തിരിച്ചെത്തുവോ? അപ്പൊ എന്താ ആർമിയിൽ പോയായിരുന്നേ? അതൊരു നല്ല സ്കോപ്പ് കാണുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ എനിക്ക് ഇങ്ങനെ പ്രശസ്തി ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇവരെന്നെ കളിയാക്കാം. ഇവർക്കൊന്നും അറിയാത്തോണ്ട് അവരൊന്നും ബുക്ക് വായിക്കുന്നില്ല. എഴുതിയിട്ടുണ്ടോ? എന്നെ വിളിച്ചല്ലേ എന്നെ വിളിച്ചിട്ട് ബുക്ക് അടിക്കാട്ടോ. അവരുടെ മുമ്പിൽ ഞാൻ 1-2 പരിപാടിയൊക്കെ അവതരിപ്പിച്ച് അവർക്ക് ലാസ്റ്റ് അസൂയം കൊണ്ട് അവർ പറഞ്ഞ എന്താ വെച്ചാൽ നീ വേണ്ട, എന്താ വെച്ചാൽ പിന്നീട് അവരുടെ എന്തെങ്കിലും അവസരങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിവായിപ്പോന്ന് പറഞ്ഞിട്ട് എന്നെ നേഴ്സിന് പിന്നെ ചായയൊക്കെ തന്നിട്ട് പറഞ്ഞു. പിന്നെന്താ പറയുക, എനിക്ക് അവിടെയും പ്രശസ്തി ഇഷ്ടമല്ലോ. അപ്പൊ അവിടെ പിന്നെ ഞാൻ എന്നാ പിന്നെ അവരെങ്ങനെയും കണ്ണാടി വരെ വെച്ചേരെ, കണ്ണാടി താഴെ പോണ്ട. ഐഫോൺ കൊടുത്തില്ലയോ?